അർജുൻ, ജിൻഡോ, സിജോ 3 പേരും ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻസിയിലേക്ക് ഇവരെ വീട്ടുകാർ പെടുത്തിയതാണോ അതോ ഇവർ പെട്ട് വീണതാണോ? അടുക്കളയിൽ അടി നടക്കുന്നുണ്ട്. ജിൻഡോയും ജാസ്മിനും കൂടി ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ് ജിൻഡോയും പൊട്ടിത്തെറിക്കുന്നു, ജാസ്മിനും പൊട്ടിത്തെറിക്കുന്നു. പക്ഷെ വാല്യൂ ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. അത് മാനേജ് ചെയ്യാൻ അഭിഷേകിന് നേരെ പറ്റുന്നുമില്ല. നോറ കൺഫസ് റൂമിൽ പോയി ഇന്ന് കരയുകയാണ്. ബിഗ് ബോസ് ചോദിക്കാൻ എന്താണ് ഞാൻ എന്തോന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു തരേണ്ടത്? അത് ബിഗ് ബോസെ പറ, ഞാൻ എന്തോന്ന് പറഞ്ഞു തരണം. ബിഗ് ബോസ് നോറയെ കൊണ്ട് പെട്ടിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത്? ലൈവ് കുറച്ച് സംഭവം ഉണ്ട്. പിന്നെ നമ്മുടെ എപ്പിസോഡ് ക്യാപ്റ്റൻസി സംഭവം ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ലൈവിൽ ഇന്ന് ബ്രേക്ക് എടുത്ത സമയത്ത് ക്യാപ്റ്റൻസി ഞാൻ കഴിഞ്ഞു പോയി, കണ്ടില്ല. എപ്പിസോഡ് പ്ലസ് വന്നപ്പോഴാണ് കണ്ടത്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ക്യാപ്റ്റൻസിയാണ്. ഋഷി, ജിൻഡോയുടെയും അർജുൻ്റെയും പേരാണ് പറയുന്നത്. 2 പേർക്കും ക്യാപ്റ്റൻ ആവാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റനായി കാണട്ടെ എന്നാണ് പറയുന്നത്. അൻസിബ, ജിൻഡോയുടെയും ശ്രീതുവിൻ്റെയും പേര്. ജിൻഡോയ്ക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ശ്രീതു ഒരു തവണ ക്യാപ്റ്റൻ ആയിരുന്നു, സൂപ്പർ ആണെന്ന് എല്ലാവരും പറഞ്ഞതാണ്, ഒരു തവണ കൂടി ആവട്ടെ. നോറ, സിജോയുടെയും അൻസിബയുടെയും പേര്. സിജോ ഇവിടെ ക്യാപ്റ്റനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അൻസിബ മാറി എപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പം മാറി നിൽക്കാതെ ഇനി കളത്തിലേക്ക് വരട്ടെ. അപ്പം ജാസ്മിൻ, അർജുൻ്റെയും സിജോയുടെയും പേര്. അർജുൻ ക്യാപ്റ്റൻ ഫസ്റ്റ് വീക്കായിട്ട് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയില്ല, നല്ലോണം യൂസ് ചെയ്യട്ടെ. സിജോ ക്യാപ്റ്റനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ഡേ തന്നെ സിജോ പുറത്തു പോയി. അപ്പോൾ സിജോ അത് യൂസ് ചെയ്യണം. അർജുൻ, സിജോയുടെയും ജിൻഡോയുടെയും പേര്. സിജോ ഫസ്റ്റ് ഡേ തന്നെ അവിടെ നിന്ന് പോയതാണ്, അപ്പോൾ അത് യൂസ് ചെയ്യണം ക്യാപ്റ്റൻ. ജിൻഡോയ്ക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ജിൻഡോ ആവട്ടെ. അഭിഷേക്, ജിൻഡോയുടെയും ശ്രീതുവിൻ്റെയും പേര്. ജിൻഡോയ്ക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആഗ്രഹമുള്ള ആൾക്ക് വിട്ടുകൊടുക്കാം. ശ്രീതു ക്യാപ്റ്റൻസി നല്ലതായിരുന്നു, CBSE സ്കൂളിലെ ടീച്ചർ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അത് തന്നെ മുന്നോട്ട് പോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. ജിൻഡോ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും പേരാണ്. അർജുന് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാവട്ടെ. ശ്രീതു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു, ഒരിക്കൽ കൂടി ആവട്ടെ. അപ്സര, സിജോയും സായിയും ആണ് പറയുന്നത്. സിജോ ക്യാപ്റ്റൻസി കിട്ടാതെ ഇവിടെ നിന്ന് പോയ ആളാണ്, ക്യാപ്റ്റൻ പദവി കിട്ടാതെ പോയ ആളാണ്. അപ്പോൾ ഒരു ഗെയിമറാണ് പുള്ളിക്കാരൻ, കളിക്കട്ടെ. സായി നല്ല രീതിയിൽ ഗെയിം കളിക്കും എന്ന് വിശ്വസിക്കുന്നു. സിജോ, അർജുൻ്റെയും അപ്സരയുടെയും പേര്. അർജുൻ ഫസ്റ്റ് വീക്കിലെ റൂൾസും കാര്യങ്ങളും ഒന്നും അറിയാതെ തന്നെ ക്യാപ്റ്റൻസി സൂപ്പർ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇനിയും ചെയ്യട്ടെ. അപ്സര ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു, അപ്പോൾ ഇനി ഒന്നുകൂടി തെളിയിക്കാനൊരു അവസരം കിട്ടട്ടെ. സായി, സിജോയുടെയും ജിൻഡോയുടെയും പേരാണ്. സിജോ ക്യാപ്റ്റൻസി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അവൻ ചെയ്യട്ടെ. ജിൻഡോ ക്യാപ്റ്റൻസിയുടെ പുതിയൊരു മുഖം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ. ശ്രീതു, അർജുൻ്റെയും ജിൻഡോയുടെയും പേരാണ്. അർജുൻ ആദ്യത്തെ വീക്ക് അറിയാതെയാണെങ്കിലും നന്നായിട്ട് ചെയ്തു, ഇഷ്ടപ്പെട്ടു. ജിൻഡോ ക്യാപ്റ്റൻ ആയിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് തോന്നിയില്ല, അപ്പോൾ പല കുറ്റങ്ങളും പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ. നന്ദന, ഋഷിയുടെയും സായിയുടെയും പേര്. ഋഷി പവർ റൂമിലായിരുന്ന സമയത്ത് പപ്പറ്റായിരുന്നു എന്ന് പറഞ്ഞു, അതല്ലാതെ ആവട്ടെ. സായി ഒരു ഗെയിമറാണ്, പക്ഷേ ക്യാപ്റ്റൻസി വരുമ്പോൾ ഒരു പുതിയ മുഖം നാട്ടുകാർക്കും നമുക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ജിൻഡോയ്ക്ക് മൊത്തം 6 വോട്ട്, സിജോയ്ക്ക് 5 വോട്ട്, അർജുന് 5 വോട്ട്, ശ്രീതുവിന് 3 വോട്ട്, സായിക്ക് 2 വോട്ട്, അൻസിബയ്ക്ക് 1 വോട്ട്, അപ്സരയ്ക്ക് 1 വോട്ട്, ഋഷിക്ക് 1 വോട്ട്. അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് 6 വോട്ടുള്ള ജിൻഡോ, 5 വോട്ടുകൾ വീതമുള്ള അർജുനും സിജോയും, ഇവർ 3 പേരും സെലക്ട് ആവുകയാണ്. പിന്നീട് നോറ കൺഫഷൻ റൂമിൽ പോയിരുന്നുകൊണ്ട് ബിഗ് ബോസ് എന്നെ കൺഫഷൻ റൂമിൽ വിളിക്കുമോ എന്ന് ചോദിച്ച് ബിഗ് ബോസ് വിളിക്കുന്നു. അവിടെ പോയിരുന്നുകൊണ്ട് കരച്ചിലും പിഴിച്ചിലുമാണ്. പുറത്ത് നെഗറ്റീവ് ആയോ എന്ന് അറിയണം, ഫാമിലിയെ പറഞ്ഞത് നെഗറ്റീവ് ആയോ എന്ന് അറിയണം. ബിഗ് ബോസ് എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത്? ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നമാണോ, അതോ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണോ? പറയൂ. അതിവിടെ ഉള്ളവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്ത് മറുപടിയാണ് ഇതിൽ തരേണ്ടത്? അത് ബിഗ് ബോസ് എനിക്ക് അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് തൊട്ടും തൊടാതെ നോറ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പം ബിഗ് ബോസ് പറയുന്നത് നിങ്ങളോടൊരു എത്ര തവണ പറഞ്ഞ കാര്യമാണ്, ഊർജ്ജമായിട്ട് കളിക്കൂ, ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുതെന്ന്, പോയി നന്നായിട്ട് കളിക്കുക. നോറ, അത് ബിഗ് ബോസ് എനിക്ക് കളിക്കണമെന്നുണ്ട്, പക്ഷേ നെഗറ്റീവായോ പോസിറ്റീവായോ ആ കാര്യം തന്നെ നോറ ഇത്തിരിയെങ്കിലും അറിയാൻ നോക്കിയാണ്. ബിഗ് ബോസ് വിട്ടുകൊടുക്കുന്നില്ല, ബിഗ് ബോസ് പറഞ്ഞയക്കുന്നു. ദെൻ രാത്രി ജിൻഡോയും ജാസ്മിനുമായിട്ടുള്ള ഒരു അടിയാണ് നടക്കുന്നത്. ചോറ് അടുപ്പത്തിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നു. പിന്നെ 2 വെള്ളം കഴുകണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് സോയാബീൻ കറി ഉണ്ടാക്കി, അത് ഭയങ്കര ആനപ്പണിയാണോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ നീ ഇവിടെ അടുക്കള നിൽക്കണ്ട, നീ ഇവിടെ നിന്ന് എന്ന് ജിൻഡോ പറയുന്നു. അപ്പോൾ നന്ദന അടുത്ത് പറയുന്നത്, നന്ദന നിനക്ക് അസിസ്റ്റൻ്റായിട്ട് വേണോ? വേണം എന്ന് നന്ദന പറയുന്നു. ഇവിടെ ആവശ്യമില്ല എന്ന് ജിൻഡോയും ആവശ്യമുണ്ടെന്ന് നന്ദനയും പറയുന്നു. അപ്പോൾ അഭിഷേക് വന്നിട്ട് നീ നിനക്ക് ഇവക്ക് വേറെ ആളെ തരാം എന്ന് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതാണ് BB+ നടന്ന സാധനം. അപ്പോൾ ഞാൻ ക്യാപ്റ്റൻസിയുടെ കുറച്ച് സംഭവം വിട്ടു പോയതുകൊണ്ടാണ് ഞാൻ ഈ കേസ് എടുത്ത് ചെയ്തത്. അപ്പോൾ നാളത്തെ എവിക്ഷൻ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും
ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.